എന്ത് പ്രൊഡക്റ്റും അത് ഭക്ഷ്യവസ്തുക്കളാകട്ടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാകട്ടെ പല ലെവൽ ക്വാളിറ്റി പരിശോധനകൾ കഴിഞ്ഞാണ് മാർക്കറ്റിലേക്ക് എത്തുന്നതെന്ന് നമുക്കറിയാം. ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്ത് ജോലിയാണ്, എന്ത് കോഴ്സ് പഠിച്ചാലാണ് അങ്ങനെ ഒരു ജോലി ലഭിക്കുക, എന്താണ് ഇത്തരം ജോലിയുടെ സാധ്യതകൾ? എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ജോബാണ്. എന്ന് വെച്ചാൽ ഒരു വൈറ്റ് കോളർ ജോബാണ്. ഇത് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഈ 4 ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കുള്ള QA/QC കോഴ്സസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി ലൈഫിൽ എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ മെക്കാനിക്കൽ ഫീൽഡ് ആണെങ്കിലും സിവിൽ ഫീൽഡ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ഫീൽഡ് ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിലും ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ മെഷീനറീസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ പവർ പ്ലാന്റ്സ്, റിഫൈനറീസ്, കെമിക്കൽ പ്ലാന്റ്സ്, ഓട്ടോമൊബൈലിൻ്റെ ആക്സസറീസ്, ഇതെല്ലാം ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ, ഇതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, ഈ പറഞ്ഞ ക്വാളിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ഇതാണ് മെയിൻലി QA/QC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ QA/QC മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് 4 ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ക്ലാസ്സസ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ NDT എന്ന് പറയും. NDT എന്ന് പറയുമ്പോൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഒരു പ്രൊഡക്റ്റിനെ ഡിസ്ട്രക്ഷൻ കൂടാതെ ടെസ്റ്റ് ചെയ്യുക. അതിൽ ഉപയോഗിക്കുന്ന 6 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, അൾട്രാസോണിക് ടെസ്റ്റിംഗ്, മാഗ്നറ്റിക് ടെസ്റ്റിംഗ്, പെനട്രൻറ്റ് ടെസ്റ്റിംഗ്, വിഷ്വൽ ടെസ്റ്റിംഗ്, എഡി കറണ്ട്, അതുപോലെ തന്നെ പൈപ്പിംഗ് ആൻഡ് പൈപ്പ് എഞ്ചിനീയറിംഗ്, വെൽഡിംഗ് ഇൻസ്പെക്ഷൻ, QA/QC ഡോക്യുമെൻറ്റേഷൻ. മെയിൻലി ഈ കോഴ്സസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഡിപ്ലോമ, അതുപോലെ തന്നെ ITI, BTech, അത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻസ് ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസാണ് മെയിൻലി ഇത് ചെയ്യുന്നത്. പക്ഷേ മെക്കാനിക്കൽ QA/QC ആണെങ്കിൽ അത് +2 തൊട്ടുള്ള സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോമൊബൈൽ ഫീൽഡ്, അതുപോലെ എയറോനോട്ടിക്കൽ ഫീൽഡ്, പ്രൊഡക്ഷൻ ഫീൽഡ്, മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ +2 ബേസിലുള്ള സ്റ്റുഡൻസ് തൊട്ട് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് മാർക്കറ്റിലോട്ട് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്ര തന്നെ ഓപ്പർച്യൂണിറ്റി ഈ ഫീൽഡിനകത്തുണ്ട്.